പ്രിയപ്പെട്ട പാലിയോയുടെ ഉപഭോക്താക്കളെ, പാലിയോയിൽ നാം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അതിൻ്റെ ടെൻഷനറിൽ നിന്ന് ഡൈനാമോയുടെ അഥവാ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് സ്ലിപ്പായി പോവുക എന്നുള്ളത്. അതിനൊരു ചെറിയ പരിഹാരമുണ്ട്, നോക്കുക. ആൾട്ടർനേറ്ററിൽ കൊടുക്കുന്ന ബെൽറ്റിൻ്റെ ടെൻഷനറായി ഉപയോഗിക്കുന്നത് ഈ സാധനമാണ്. ഇത് ഡാമേജ് ആയതാണ്. ഇത് ഇഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഘടിപ്പിച്ച് കഴിയുമ്പോൾ ഈ പുള്ളിയിൽ ബെൽറ്റ് പിടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ്ങിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിന് ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണ്. അതിനൊരു പരിഹാരം ഇത് ശ്രദ്ധിക്കുക. ഒരു 6 ഇഞ്ച് നീളമുള്ള ഒരു സ്റ്റീൽ കമ്പിയിൽ, അതായത് ഒരു 5-6 mm തിക്നെസ് ഉള്ള സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ ഒരു 3 ഇഞ്ച് നീളത്തിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. അതിൽ ഒരു ബെയറിംഗാണ് ഉത്തമം. ഇല്ലെങ്കിൽ ഫൈബറിലുണ്ടാക്കാം, ഇല്ലെങ്കിൽ ടെഫ്ലോൺ മെറ്റലിലുണ്ടാക്കാം. ടെഫ്ലോൺ മെറ്റലിലായിരുന്നാലും ബെയറിങ്ങിലായിരുന്നാലും അതിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീളമുള്ള റാഡ് പിടിപ്പിക്കുകയും ആ റാഡിനെ നോക്കുക. മറ്റൊരു പുള്ളി, ഇത് ടെഫ്ലോണിലെ പുള്ളിയാണ്. ഇതുപോലൊരു പുള്ളി ഉപയോഗിച്ചാലും പ്രശ്നമുണ്ടാകില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്ലൈ വീലിനടുത്തായി നോക്കുക. ഇത് വരുന്ന ലൊക്കേഷൻ ഇവിടെയാണ് വോൾട്ടേജ് കൊടുക്കുന്ന ആൾട്ടർനേറ്റർ വരുന്നത്. അതായത് ഈ ഭാഗത്തായാണ് ഇതിൻ്റെ വോൾട്ടേജ് കൊടുക്കുന്ന ആൾട്ടർനേറ്റർ വരുന്നത്. അവിടെ ഈ നമ്മളുണ്ടാക്കിയ ഈ പുള്ളിയെ ഇങ്ങനെ സ്ഥാപിക്കാം. ആ ഹോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ആൾട്ടർനേറ്റർ പിടിപ്പിച്ചിട്ട് ആൾട്ടർനേറ്ററിൻ്റെ നീളമുള്ള ബോൾട്ട് അതുവഴി കയറ്റി ടൈറ്റ് ആക്കുന്നതിന് മുമ്പ് ബെൽറ്റ് അതിന് പുറത്തുകൂടിയാക്കി ഇങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്ത് ഈ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വില കുറഞ്ഞ ഒരു ടെൻഷനറായി പാലിയോ കാറിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ kuttachal shamim@gmail.com എന്ന എൻ്റെ മെയിലിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.